കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയിലൊക്കെ പെയ്തത്. ആ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടിൽപ്പാലം പൈക്കലങ്ങാടി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് തൊട്ടപ്പുറത്തുള്ള അടുത്തുള്ള വീടുകളിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി. ആ വെള്ളമൊക്കെ മഴ ശമിച്ചതോടുകൂടി രാവിലെ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയാണിത്. നിറയെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. വീടുകളിലെല്ലാം വലിയ രീതിയിൽ തന്നെ ചെളി നിറഞ്ഞിട്ടുണ്ട്. ആ വീടുകളിലേക്ക് അവർക്ക് തിരിച്ചു കയറണമെങ്കിൽ ആ ചെളിയെല്ലാം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. ഇവിടെയുള്ളവരെല്ലാം, ആ വീടുകളിലുള്ളവരും തൊട്ടപ്പുറത്തുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് വീടുകളിൽ നിന്ന് ചെളിയെല്ലാം മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടിന്റെ മുൻഭാഗം, അതായത് മുറ്റം മാത്രമൊന്നുമല്ല, അകത്തേക്ക് കയറിയാൽ പോലും ഈ രീതിയിൽ ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ രീതിയിൽ അടുക്കള ഭാഗം മുതൽ തൊട്ട് ഇങ്ങ് വരെ, മുൻപ് വരെ എല്ലാം മുഴുവനായിട്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ ചെളി നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ചേട്ടാ, ഇപ്പൊ ഇന്നലെ രാത്രി കയറിയതോ അല്ലെ? രാത്രി 8 മണിക്ക് അങ്ങനെ നമ്മുടെയൊക്കെ ഫുള്ളായി വെള്ളം. ഇപ്പൊ ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്, അതാണോ അവസ്ഥ? ഏകദേശ വർഷങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അതിശക്തമായ 2 ദിവസം പെയ്യുമ്പോ അങ്ങനെ തന്നെ വെള്ളം പൊന്തി വരും. ഇവിടുന്ന് മാറാറുണ്ടോ? എങ്ങോട്ടാ മാറാറ്? രാത്രി മാറി ഇപ്പൊ രാവിലെ ഇങ്ങോട്ട് വന്ന മുകളിൽ വിട്ടു പോയതാ. ക്യാമ്പ് ഒരുക്കാറുണ്ടോ അവിടെ? ക്യാമ്പ്, സ്കൂൾ ക്യാമ്പ് ഉണ്ടാവും. ആരും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെന്നെ മാറ്റണം. അതന്നെ, വൃത്തിയാക്കാണ്ട് രക്ഷയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയി പോകും. ചളി പറ്റി പിടിച്ചാൽ പിന്നെ പോകൂല. വീട്ടുടമസ്ഥനാണ് ഇപ്പോൾ സംസാരിച്ചത്. വീട്ടുടമസ്ഥനും അവിടെയുള്ള കുട്ടികളും ഒക്കെ ചേർന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വീടുകളിൽ നിന്ന് ചെളിയൊക്കെ മാറ്റുന്ന അവസ്ഥയാണ്. പക്ഷെ കഠിനാധ്വാനമാണ്. കാരണം ഒരുപാട് നേരത്തെ പണിയുണ്ട്. ആ പണിയൊക്കെ തീർക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം എന്നുള്ളതാണ് കാര്യം. ആ വീട് നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മുറ്റത്ത് പിന്നെ മുൻപിൽ റോഡാണ്. ആ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും റോഡിൽ നിറയെ ചെളി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. ഇങ്ങനെ തൊട്ടപ്പുറത്തൊരു അംഗൻവാടിയുണ്ട്. അംഗൻവാടിയുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്താണ് ഈ പൈക്കലങ്ങാടി പ്രദേശത്തിന്റെ അവസ്ഥ? പ്രദേശത്ത് മൊത്തം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ബഡ്സ് സ്കൂളിലേക്ക് മാറ്റാം. പിന്നെ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ തവണ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നു. ഒരു മതിലില്ലാത്തതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. പേഴ്സായിട്ടില്ലേ? അതൊക്കെ വിഷയങ്ങളുണ്ട്. പരിഹരിക്കണ്ടേ? ഇതൊക്കെ പരിഹരിക്കണം. വാർഡ് മെമ്പർ, ഈ പൈക്കലങ്ങാടിയിലെ വാർഡ് മെമ്പർ നുസ്രത്താണ് ഇപ്പോൾ സംസാരിച്ചത്. അവരിവിടെ മതിലിന്റെ കാര്യമൊക്കെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ഈ അംഗൻവാടിയുടെ ദൃശ്യം കാണാം. ഇതിന്റെ തൊട്ടു പിറകിൽ പൈക്കലങ്ങാടി പുഴയാണ്. ആ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആദ്യം വെള്ളം കയറിയ സ്ഥാപനങ്ങളിൽ ഒന്ന് ഈ അംഗൻവാടി തന്നെയാണ്. അംഗൻവാടിയുടെ ഈ മുറ്റം മാത്രമല്ല, അകത്തും, അതായത് ജനൽ വഴി, തുറന്നിട്ട ജനൽ വഴിയൊക്കെ അകത്തേക്ക് വെള്ളം കയറി. ആ വെള്ളം ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നാകെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളടക്കം അതിനുള്ളിലുണ്ട്. അതൊക്കെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് കുട്ടികൾക്കൊന്നും ഇങ്ങോട്ടേക്ക് എത്തേണ്ടതില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇവിടെ എത്തണമെങ്കിൽ, അധ്യാപകർക്ക് ഇവിടെ എത്തണമെങ്കിൽ ഈ ചെളിയെല്ലാം പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റണം. അത് മാറ്റി എല്ലാവിധത്തിലും അത് സജ്ജീകരിച്ചാൽ മാത്രമേ അവിടെ കുട്ടികൾക്ക് ഇരിക്കാനാകൂ. മറ്റൊന്ന്, ഈ അംഗൻവാടിയുടെ തൊട്ടു മുൻപിലുള്ള മതിലാണ്. ആ മതില് ഇന്നലെ വെള്ളം വന്നപ്പോൾ ചെളിയെല്ലാം കെട്ടി നിന്ന അവസ്ഥയിൽ ആ മതിലും തകർന്നിരിക്കുകയാണ്. വലിയൊരു മതിലാണ്, വലിയ നീളത്തിലുള്ള മതിലാണ്. ആ മതിലും പൂർണ്ണമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അതും ഒരു പ്രതിസന്ധിയാണ്. ആ മതിലൊക്കെ ഇനി മാറ്റി സ്ഥാപിക്കേണ്ടതുമാണ്. തൊട്ടപ്പുറത്ത് വീടുകളാണ്. അതിലൊരു വീടാണിത്. ഈ വീടിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. കാര്യം, വെള്ളം ഇറങ്ങിയതോടുകൂടി ചെളിയെല്ലാം നിറഞ്ഞ്, കുറച്ചുകൂടെ രൂക്ഷമാണ് കാര്യങ്ങൾ. ചെളിയെല്ലാം നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് വീടൊക്കെ ഉള്ളത്. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അടുക്കള ഭാഗത്തടക്കം ഈ രീതിയിൽ വെള്ളം കയറി വലിയ ആകെ ഒരു വൃത്തികേടായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയുള്ളവരൊക്കെ ചേർന്നുകൊണ്ട് വീടെല്ലാം വൃത്തിയാക്കുന്നത്, വളരെ പണിപ്പെട്ട് വീടെല്ലാം വൃത്തിയാക്കുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാം, തൊട്ടപ്പുറത്ത് പൈക്കലങ്ങാടി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ കണ്ട വീട്ടിലേക്കൊക്കെ കാര്യമായ രീതിയിൽ തന്നെ വെള്ളം കയറിയത്. മറ്റൊരു വീട് ഇതിന് പിറകിലാണ്. അങ്ങോട്ടേക്ക്, ആ വീട്ടിലേക്കും വരുമ്പോഴുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒട്ടും എല്ലാം ചെളി നിറഞ്ഞ് ആകെ വൃത്തികേടായി നിൽക്കുന്നതിന്റെ കാഴ്ച. ഇവിടുത്തെ ഒരു അവസ്ഥ എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണല്ലേ?
ഇപ്പൊ 2018 ഇങ്ങനെ വന്നെന്നാ പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായിട്ട് കാണുന്നത്. വീടിന്റെ ഉള്ളൊക്കെ അപ്പാട് വെള്ളമായി നിറയെ വല്ലാത്തൊരവസ്ഥ കണ്ടു നോക്കുമ്പോൾ വല്ലാത്ത ദയനീയം തോന്നും. എല്ലാവരും ഒരുമിച്ച് ചേർന്നാലേ ചെളിയൊക്കെ പുറത്തേക്ക് നീക്കാൻ പറ്റും. അതെ, അത് ശരിയാണ്. ഈ മുറ്റത്തിന്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു ഭീകരത തോന്നും. നമുക്ക് ഈ മുറ്റം കാണാം. മുറ്റത്തൊക്കെ വലിയ രീതിയിൽ തന്നെ ചെളി കെട്ടിക്കിടക്കുന്നു. പൂർണ്ണമായിട്ടും വെള്ളം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇപ്പോഴും ഒലിച്ചു പോയതിന്റെ, വെള്ളം ഇറങ്ങിയതിന്റെ ഒക്കെ ബാക്കി ഭാഗങ്ങൾ കൂടെ വെള്ളമൊക്കെ ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീട്ടിലേക്കും കയറുമ്പോൾ അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ കുറെ സമയം എടുക്കും തോന്നൂലേ ഇതൊക്കെ ഇങ്ങനെ പൂർണ്ണമായും ചെളി മാറ്റണമെങ്കിൽ? കുറെ സമയം എടുക്കും പൂർണ്ണമായിട്ട് ചെളി മാറ്റണമെങ്കിൽ. അകത്ത് ഒക്കെ മാറ്റി കഴിഞ്ഞോ? ഇല്ല, അകത്ത് കുറെ അടിച്ചൊക്കെ കഴുകി, ഇനി അടിച്ചു കഴുകാനുണ്ട്. പെട്ടെന്ന് കഴിയൂലോ, നിറച്ചും മണ്ണല്ലേ. നന്നാക്കാൻ മക്കളുണ്ട്, വേറെ ആരും എത്തിയിട്ടില്ല. തൊഴിലുറപ്പില് പണിയെടുക്കുന്ന പോലെല്ലാം വരൂന്ന് പറഞ്ഞേക്ക്. കുറച്ച് കഴിയും വരണമെങ്കിൽ. പക്ഷെ ആളെ കിട്ടിയാൽ എല്ലാ വീടുകളിലും കയറി പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. പക്ഷെ സഹായത്തിനൊന്നും ഇതുവരെ ആരും എത്തിയിട്ടില്ല. അതാണ്, എല്ലാ വീടുകളിലും അവർ തന്നെ, വീട്ടിലുള്ളവർ തന്നെ ഒക്കെ ചേർന്ന് വൃത്തിയാക്കേണ്ട അവസ്ഥയാണ്. തൊഴിലുറപ്പ് ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവർക്കൂടെ കുറച്ച് ആളുകളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് ഈ പണിയൊക്കെ തീർക്കാൻ പറ്റും. ഭയങ്കര അധ്വാനമുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ചെളിയുണ്ട്. ആ ചെളിയൊക്കെ പൂർണ്ണമായി മാറ്റണം. വീടിന്റെ മുൻപിൽ ചെളിയുണ്ട്. ആ ചെളിയും മാറ്റിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു പക്ഷേ നടക്കാൻ പോലും കഴിയൂ എന്നുള്ളതാണ്. ഈ മതിൽ, ഈ പുഴക്ക് ഇവിടെ ഒരു മതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചെളിയൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അല്പമെങ്കിലും ആ വെള്ളത്തെയൊക്കെ തടഞ്ഞു നിർത്തി വെള്ളം കയറുന്നതും ഭാഗ്യമായിട്ടെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന ഒരു കാര്യമൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും പഞ്ചായത്ത് അതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ഒരു മഴ വരുമ്പോൾ ഈ രീതിയിൽ വെള്ളം കയറുമെന്ന ആശങ്കയൊക്കെ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഷെജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.